ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് അടിപൊളി ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ വാനില സ്ട്രോബെറി മാർബിൾ കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കേക്കൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ടൈമാണിത്. അപ്പോൾ വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടും നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് ചേർക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ പാൽപ്പൊടി. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഇത് ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഒരല്പം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇത് ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫായിട്ട് വരണ വരെ നമ്മൾ ബീറ്റ് ചെയ്യുക. അപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തതാ ഏകദേശം ഈ ഒരു സ്ട്രക്ചർ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓയിൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് മിക്സ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഇട്ടുമ്പോൾ അത് കട്ട കെട്ടിപ്പോവും. അതുകൊണ്ട് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കട്ടി തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 2ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കളറ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരല്പം വേറൊരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് ഞാൻ ഒരല്പം ജെൽ കളറ് റെഡ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരല്പം റോസ് മിൽക്കിൻ്റെ എസൻസും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ എസൻസിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് കട്ടായിപ്പോയി. അത് ആ ഫോൾഡ് ചെയ്യുന്നതിന് മുന്നേ ചേർത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടൈഗറിൻ്റെ ഇതുപോലത്തെ തന്നെ നമ്മൾ റോസ് മിൽക്കിൻ്റെ എസൻസ് ആണ് കേട്ടോ അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പറൊന്നും ഇല്ലാതെ ജസ്റ്റ് മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ കേക്കിന് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇതുപോലെയാണ് ഞാൻ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ ഒഴിച്ച് നമുക്ക് ഏകദേശം ഇതുപോലെ ഞാൻ മുഴുവൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ അപ്പോഴേക്കും പാൻ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 30 മുതൽ 45 മിനിറ്റ് വരെയാണ് ഇതിന് ബേക്കിംഗ് ടൈം എനിക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റൗവിനനുസരിച്ചിട്ട് ഇതിന് വ്യത്യാസം വരും. അപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലൊരു നീഡിൽ വെച്ച് കുത്തി നോക്കിയപ്പോൾ നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം ചൂടാറിയ ശേഷം ഞാൻ ഇതുപോലെയുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടും നമുക്ക് വളരെ സോഫ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാർബിൾ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.